ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഇന്നത്തെ യൂറോപ്പിലൂടെ ഒരു നദി ഒഴുകിയിരുന്നു. നദിയുടെ ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ മണ്ണ് വന്ന് നിറഞ്ഞ് കാലക്രമേണ അതൊരു ദ്വീപായി മാറി. കാലങ്ങൾ വീണ്ടും കടന്നുപോയി. BC 250 ആയപ്പോൾ മനുഷ്യർ ഈ ദ്വീപിലെത്തി. കൊടും കാടിന്റെ നടുവിൽ നദിയാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഈ ദ്വീപ് അവർക്ക് പാർക്കുവാൻ സുരക്ഷിതമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കാരണം നദി മുറിച്ചു കടന്ന് ദ്വീപിൽ വരുന്ന ശത്രുക്കളെ നദിയിൽ വെച്ച് തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ എളുപ്പമായിരുന്നു. പിന്നീട് ദ്വീപിന് ചുറ്റും മരം കൊണ്ടുള്ള മതില് കെട്ടി സുരക്ഷ കൂടുതൽ ശക്തമാക്കി. അതോടെ ദ്വീപിനെ ആക്രമിക്കുവാൻ വരുന്ന വൻ ശക്തികളെ പോലും പ്രതിരോധിക്കുവാൻ ഇവിടെയുള്ളവർക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ ആരാലും കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ നീണ്ട 200 വർഷങ്ങൾക്ക് ശേഷം അവരെ തേടി അയാൾ വന്നു, ജൂലിയസ് സീസർ. BC 52 ജൂലിയസ് സീസറിന്റെ കീഴിലുള്ള റോമൻ പട ഈ ദ്വീപിനെ ആക്രമിച്ചു. എന്നാൽ ശക്തമായി ദ്വീപ് നിവാസികൾ തിരിച്ചടിച്ചതോടെ റോമൻ പട പിന്മാറി. അല്ല, അതൊരു തന്ത്രമായിരുന്നു. അവർ യുദ്ധത്തിൽ നിന്നും പിന്മാറിയെന്ന് ദ്വീപിലുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക. തുടർന്ന് ഒരു ദിവസം രാത്രിയിൽ ആരും പ്രതീക്ഷിക്കാത്ത നേരത്ത് നദിക്ക് കുറുകെ ബോട്ടുകൾ കൂട്ടിച്ചേർത്ത് പാലമുണ്ടാക്കി. അതിലൂടെ റോമൻ പട്ടാളക്കാർ ദ്വീപിലേക്ക് നീങ്ങി. ബാറ്റിൽ ഓഫ് ലുട്ടേറ്റിയ. ദ്വീപിലെത്തിയ റോമക്കാർക്ക് എളുപ്പമായിരുന്നില്ല അവിടുത്തെ യുദ്ധം. നദിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തെ അവർ തീയിട്ട് നശിപ്പിച്ചു. ശേഷം ദ്വീപിൽ കുടുങ്ങിയ പട്ടാളക്കാരെ ഒളിച്ചിരുന്ന് ആക്രമിച്ച് വകവരുത്തി. എന്നാൽ റോമൻ ജനറൽ ടൈറ്റസ് ലെബനസിന്റെ കീഴിലുള്ള പട നദിയുടെ മറുവശത്തു നിന്നും അപ്രതീക്ഷിതമായി ആക്രമണം തുടങ്ങിയപ്പോൾ ദ്വീപിലുള്ളവർക്ക് കീഴടങ്ങേണ്ടി വന്നു. അങ്ങനെ ആ ദ്വീപ പട്ടണം റോമാക്കാരുടെ കീഴിലായി. അവർ ആ പട്ടണത്തിന് ലുട്ടേറ്റിയ എന്ന് പേരിട്ടു. റോമാക്കാർ പട്ടണത്തെ വളർത്തുവാനുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചു. തുടർന്ന് നദിയിലൂടെയുള്ള കച്ചവടം, ദ്വീപിൽ റോഡ് ശൃംഖല, ദേവാലയങ്ങൾ, ആംഫി തിയേറ്റർ എല്ലാം അവർ നിർമ്മിച്ചു. അങ്ങനെ ക്രമേണ ആ പട്ടണം ദ്വീപിന് പുറത്തും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും വികസിക്കുവാൻ തുടങ്ങി. അതോടെ നഗരത്തിന് കാടും പുഴയും അവയിലെ സംരക്ഷണവും ഒന്നും വേണ്ടാതെയായി. ലുട്ടേറ്റിയ ഇന്ന് യൂറോപ്പിലെ ഒരു പ്രധാന പട്ടണങ്ങളിലൊന്നാണ്. പക്ഷേ ആ പട്ടണം ഇന്നറിയപ്പെടുന്നത് ലുട്ടേറ്റിയ എന്ന പേരിലല്ല. ആദ്യകാലത്ത് ദ്വീപിൽ വസിച്ച് ദ്വീപിനെ ഒരു പട്ടണമാക്കി മാറ്റിയ പരിസി ജനങ്ങളുടെ പേരിലാണ് പാരിസ്. അപ്പോൾ പാരിസ് പട്ടണത്തിന് തുടക്കം കുറിച്ച് കാടിന്റെ നടുവിലുള്ള ആ ദ്വീപ് എവിടെ പോയി? അതിപ്പോഴും അവിടെ തന്നെയുണ്ട്. പക്ഷേ ചുറ്റിലും കാടോ പരിസി ജനങ്ങളോ ഒന്നുമില്ല. പാരീസ് എന്ന മഹാനഗരത്തിലൂടെ ഒഴുകുന്ന സെൻ നദിയിൽ അത്ര വലിയ ശ്രദ്ധ പതിക്കാത്ത ഒരു ദ്വീപിനെ കാണാം. ഇല്ല ഡെ ലാ സിറ്റി. അതായിരുന്നു ആ ദ്വീപ് പട്ടണം.